ഫേമസ് ആയ ആമ്പൂർ ചിക്കൻ ബിരിയാണി കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു വലിയ കുക്കർ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും അതേപോലെ എണ്ണയും ഒഴിച്ചു കൊടുക്കുക. പട്ട, ബേ ലീഫ്, ഗ്രാമ്പു, ഏലക്ക ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. അതിലേക്ക് ഉപ്പൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു 100 ഗ്രാം വെളുത്തുള്ളി ചതച്ചതും 100 ഗ്രാം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 12 കാശ്മീരി മുളക് ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം അത് നന്നായിട്ട് എടുത്ത് അരച്ചെടുത്തതാണ് ഈ മിക്സ് കേട്ടോ. അപ്പോൾ ആ മുളകിൻ്റെ പേസ്റ്റ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 10 തൊട്ട് 12 വരെ കാശ്മീരി മുളക് എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഇതിലിട്ട് ആ മുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇത് മുളകിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 നല്ല പഴുത്ത തക്കാളിപ്പഴം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി 1 കൈപ്പിടി മല്ലിയിലയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ചിക്കനിൽ ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലടുപ്പിക്കുക. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കഴിഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടോ, ചിക്കനിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിരുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എത്ര റൈസാണോ ചേർക്കുന്നത് ആ റൈസിൻ്റെ അളവിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന ജീരകശാല റൈസാണിത്. ഇത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഗ്യാസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടുപ്പിക്കുക. ഇപ്പോൾ ഇത് അടച്ചു വയ്ക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടുപ്പിച്ച് കഴിഞ്ഞ് അതിൻ്റെ പ്രഷറെല്ലാം മാറിയതിന് ശേഷം നോക്കുക, നന്നായിട്ട് റൈസും ചിക്കനും വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ബിരിയാണി കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി കഴിക്കുന്നതിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.